കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഒരു ഗുണം എന്നാണെന്നറിയാമോ? നമ്മളങ്ങനെ പരാജയങ്ങളെ ഒന്നും പേടിക്കുകയില്ല. നമുക്ക് നല്ല ധൈര്യമാണ്, ജീവിക്കാനായിട്ട് നല്ല ധൈര്യമാണ്. ഗിദെയോൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. ഗിദെയോൻ പോരാളികളെ, യുദ്ധം ചെയ്യാനായിട്ട് പടയാളികളെ തിരഞ്ഞെടുക്കുന്ന രംഗമുണ്ടല്ലോ. അവിടെ വെച്ച് ഗിദെയോൻ എല്ലാവരും ഇറക്കി നിർത്തി. ഏതാണ്ട് 32,000 പേരുണ്ടായിരുന്നു. അപ്പൊ ഗിദെയോൻ പറഞ്ഞു, ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഭയന്ന് വിറച്ച് കുറേ എണ്ണം അവിടെ വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ ഭയന്ന് വിറച്ച് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ വചനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? 20,000 പേർ തിരിച്ചുപോയി. എന്നിട്ട് 10,000 പേരെ നിലനിന്നുള്ളൂ. അവരെയും കൊണ്ടാണ് ഗിദെയോൻ യുദ്ധത്തിന് പോകുന്നത്. ഭയന്ന് വിറയ്ക്കുന്നവനെ കൊണ്ട് ജീവിതമാകുന്ന യുദ്ധം ചെയ്യാൻ കൊള്ളുകയില്ല. അവൻ മടങ്ങിപ്പോവാ നല്ലത്. ധൈര്യത്തോടെ, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെയാണ് പോകേണ്ടത്. കർത്താവ് ഇസ്രയേലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ അവരുടെ കൂടെയുള്ളത് കർത്താവാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ പോകുന്നു എന്ന് പറഞ്ഞാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. മോശയുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്കറിയാം, അമലേക്യരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് അവർ യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവർ ജയിക്കും. മോശയുടെ കൈ താഴുമ്പോൾ അവർ തോക്കും. അവസാനം അഹരോനും കൂട്ടരും കൂടെ മോശയുടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോഴാണ് നീ ജയിക്കുന്നത്. നീ ഇങ്ങനെ പരാജയപ്പെടുന്ന നിന്റെ കാര്യം മാത്രം നോക്കുമ്പോഴാ, നിന്നെ കൊണ്ട് കഴിവില്ലല്ലോ, നിന്നെ കൊണ്ട് കൊള്ളുകയില്ലോ എന്നൊരു ചിന്ത വരുമ്പോഴാ നീ പരാജയപ്പെടുന്നത്. ദൈവം നിന്റെ കൂടെയുണ്ട്. അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആയുധങ്ങൾ ആർക്കെതിരെയാണ്? സാത്താനെതിരെയാണ്. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നിട്ട് നല്ല ധൈര്യമായിട്ട് ജീവിക്കുക, ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനം. ദൈവം കൂടെയുണ്ട്. അതാണ്. പിന്നെ മറ്റൊരു നമ്മുടെ ഒരു വല്ലാത്ത പേടി ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ്. ഭാവിയെക്കുറിച്ചുള്ള പേടി. ഭാവിയിൽ എന്താവും? ഇന്ന് ഭക്ഷണമുണ്ട്, പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നാ? നാളെ പട്ടിണി ആവുമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അല്ല, നാളെ പട്ടിണിയാകുമ്പോൾ നമുക്ക് നാളെ നോക്കാം. നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടല്ലോ, ഇന്ന് കഴിക്കുക. നമ്മൾ ഇന്നിൽ ജീവിക്കുന്നില്ല, നമ്മൾ നാളെയിലും ഇന്നലെയിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നത് എന്താ? നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. ഇത് ഒരു പ്രാവശ്യം ഞാൻ പ്രസംഗം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ചേട്ടൻ പറയാം, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നു. ഞാൻ പറഞ്ഞത് പള്ളിയിലാണ് പറഞ്ഞത്. അത് അവിടെ മാത്രമേ പറയാൻ കൊള്ളുള്ളൂ. എടുതാ, ആകാശത്തിലെ പറവകളെ പോലെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ബാങ്കിലൊക്കെ ഒരു 19 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ദൈവപരിപാലനയിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കാരണം എന്നാ? ഈ പരിപാലന പൊട്ടിയാലും ബാങ്ക് പൊട്ടുകയല്ല. പക്ഷേ ആകാശത്തിലെ പറവകളെ പോലെ ജീവിക്കാൻ പറ്റുമോ? ആകുലപ്പെടരുത്, ആകുലപ്പെടരുത്. കാരണം വിശ്വസിക്കുന്നവന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താ? അവന് ആകുലതകളില്ല. ദൈവം കൂടെയുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ആകുലപ്പെടുന്നത്? ദൈവത്തിന് എല്ലാം നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ. ആകുലപ്പെടാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ അതാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഞാനൊരിക്കൽ നല്ല മിടുക്കരായ 2 ചെറുപ്പക്കാരുടെ കല്യാണം നടത്തി. നല്ല സ്മാർട്ട് പിള്ളേർ 2 പേരും, ആൺകുട്ടിയും പെൺകുട്ടിയും.
എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഉടനെ അവൻ പറഞ്ഞു, ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോവാണ്. അവളോ, ഞാൻ ന്യൂസിലൻഡിനും പോവാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇനി എന്നാണ് കണ്ടുമുട്ടുന്നത്? ഒരു പിടിയില്ല, പിതാവ് പ്രാർത്ഥിക്കണം. അവരുടെ കണക്കൂട്ടലുകൾ മുഴുവൻ നാളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരുന്ന് അവരിങ്ങനെ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ജീവിക്കാൻ മറന്നുപോയി. ഇങ്ങനെ മാറി നിൽക്കുന്ന ദമ്പതികൾ കുറച്ചാൾ കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല, ഐക്യവും ഇല്ല, ഒന്നുമില്ല. കാരണം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. ഇവരെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ മക്കളുണ്ടായിട്ടില്ല. ഇവരിങ്ങനെ നാളേക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അവസാനം കുടുംബജീവിതം ശരിയാകുന്നില്ല, മക്കളുണ്ടാകുന്നില്ല, ആകെപ്പാടെ ദുരിതങ്ങളാണ്. കർത്താവിൽ ആശ്രയിച്ച് നല്ല പ്രായത്തിലൊക്കെ കല്യാണമൊക്കെ കഴിച്ച് കുറേ പിള്ളേരെയൊക്കെ ജനിപ്പിച്ച് സന്തോഷമായിട്ട് കർത്താവ് കൂടെ നടക്കുന്ന അനുഭവത്തിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ധൈര്യപ്പെടുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറുകയാണ്, കരുത്തുള്ള ഒരു ജനതയായിട്ട് മാറുകയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു കാലത്ത് ചിന്തിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പണം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാവൂ എന്നുള്ളതായിരുന്നു. വലിയ കാണിച്ച മണ്ടത്തരമാണത്. അതേസമയം ഒരു തലമുറയെ മുഴുവൻ നമ്മളെ വളർത്തിയത് മക്കളാണ്. ഒരു വീട്ടിലേക്ക് 8, 10, 12 മക്കളുണ്ട്. ആ മക്കളെല്ലാം മിടുക്കരായിട്ട് വളർന്ന് അവർ ഓരോരുത്തരും പോയി സമ്പത്തുണ്ടാക്കി. അങ്ങനെയാണ് സമ്പത്ത് സമൂഹത്തിനുണ്ടായത്. പിന്നീട് വന്നപ്പോഴത്തേക്കും സമ്പത്തുണ്ടാക്കി വെച്ചാലേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാവൂ എന്നുള്ള തലതിരിഞ്ഞ ഒരു ശാസ്ത്രം നമ്മുടെ തലയിൽ കയറി. അതോടുകൂടി കല്യാണവും കഴിക്കുന്നില്ല, പിള്ളേരും ഉണ്ടാകുന്നില്ല. കല്യാണം കഴിച്ചവർക്ക് പിള്ളേരുണ്ടാകാതിരിക്കുന്ന അവസ്ഥകളുണ്ടാകുന്നു. സമയത്തെങ്ങും വിവാഹിതരാകാത്ത ദമ്പതികൾ, മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ സ്നേഹപൂർവ്വം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെയൊക്കെ സമൂഹത്തിന് പറ്റുന്ന ചില മണ്ടത്തരങ്ങളും നമ്മുടെ കണക്കൂട്ടലുകളിലെ ചില പാകപ്പിഴകൾ, നമ്മുടെ പ്ലാനിങ്ങിലേക്ക് ദൈവത്തെ കൊണ്ടുവരാത്തതിൻ്റെ ചില കുഴപ്പങ്ങളാണിത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന ഒരവസ്ഥ. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ സാവൂള് തൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് പിന്നെയും പാപങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം സാവൂളിനെ ഉപേക്ഷിച്ചു. പക്ഷേ തൻ്റെ ജീവിതത്തെ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കുകയാണ്. അവന് ദൈവം എല്ലാ വരങ്ങളും നൽകിയതായി സാവൂളിനെ. മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ സ്വന്തമായ കണക്കൂട്ടലുകൾക്ക് പോയി ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയായി സാവൂളിനെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റ് ഒത്തിരിയേറെ ഭയങ്ങൾ നമുക്കുണ്ട്. മരണഭയമുണ്ട്. ചിലർക്ക് മരണഭയം, മരിക്കുമോ എന്നോർത്ത് ഭയം, മരിക്കുമോ എന്നോർക്കുമ്പോൾ ഭയങ്കര ഭയം. രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിച്ച് കിടുങ്ങി ജീവിക്കുകയാണ്. കാരണം എന്താ? മരിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. മരിച്ചു പോകും, എന്നാൽ മരിച്ചു പോകട്ടെ, മരിച്ചു പോയാൽ സാരമില്ല, സ്വർഗത്തിൽ പോകുമല്ലോ, അയ്യോ അതൊന്നും വേണ്ട, സ്വർഗത്തിലൊന്നും പോകണ്ട എന്നും പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയാണ് നമ്മുടെ മരിക്കാനായിട്ടുള്ള ഒരു ഭയം. ശത്രുക്കളെ ഉണ്ടാക്കിയിട്ട് അവരെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ, പീഡനങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ, സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നതിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ഭയപ്പാടുകളെല്ലാം എടുത്തു മാറ്റുകയാണ്. കർത്താവ് ഈ കൺവെൻഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് തരുന്ന വലിയൊരു ധൈര്യമുണ്ട്. അതെന്താണ്? നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണ്. നിങ്ങളുടെ പാപങ്ങളോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പശ്ചാത്തപിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തിരിക്കുന്നു. ഇനിമേൽ അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക്, എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ ആ ഒരു വലിയ ധൈര്യത്തോടെ നിങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോണം. വലിയ ധൈര്യത്തോടെ ഭയപ്പാടുകളെല്ലാം മാറ്റി, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം മാറ്റി, പരാജയപ്പെടുമോ എന്നുള്ള ചിന്തകളെല്ലാം മാറ്റി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ചിന്തകളെല്ലാം മാറ്റി, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ഭയപ്പാടുകൾ മാറ്റി നല്ല സന്തോഷത്തോടെ പോയി ജീവിക്കണം. നമ്മൾ ക്രിസ്ത്യാനികളാവുമ്പോൾ ഉദ്ധാനത്തിൻ്റെ സന്തോഷം ജീവിക്കേണ്ടവരാണ്. അല്ലാതെ എന്നും ദുഃഖവെള്ളിയാഴ്ച എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. ആരോ പറയുന്നത് കേട്ടു, ജീവിതത്തിൽ പള്ളി പോകാത്തവൻ പള്ളി പോകുന്ന ദിവസമാണ് ദുഃഖവെള്ളി. കാരണം എന്നാ? ഈശോ മരിച്ചെന്നുള്ളത് എല്ലാവർക്കും നല്ല ഉറപ്പാണ്. പക്ഷെ ഉയിർപ്പിന് അത്ര ആവേശമില്ല. ഉയിർപ്പിന് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു കുർബാനയൊക്കെ കണ്ട് അവിടെ കിടക്കുന്നതാണ്.
കാരണം ആ ഉയർത്ത കർത്താവ് ഇന്നും ജീവിക്കുന്നവനാ. അവനിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ആനന്ദം ഉണ്ടാകുന്നത്. ഉദ്ധിതനായ ഈശോ നൽകുന്ന ഒരു ആനന്ദം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ആ ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. എല്ലാവരോടും ഒന്ന് പറഞ്ഞേ, കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. അതുകൊണ്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് 3 തമാശ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം കേട്ടോ. സമ്മതിച്ചോ? തമാശ ആരോട് പറയും അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. എന്നാ 3 തമാശ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. ഒരു 5 നല്ല കാര്യവും പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. അത് വലിയ പാടായിരിക്കും പിതാവേ. മോശം കാര്യം വരുവാണെങ്കിൽ 10 പറയാമായിരുന്നു. പക്ഷെ 5 നല്ല കാര്യം കഷ്ടപ്പെട്ട് കണ്ടെത്തി പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നല്ല ഊർജത്തോടെ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും. ഒത്തിരിയേറെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും.